ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞ് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു എഗ് ഫ്രീ റെഡ് വെൽവെറ്റ് കേക്ക് മിക്സ്. അപ്പോൾ ഇതിനുള്ളിൽ മിക്സ് പൗഡറും ഉണ്ട്, അതുപോലെ തന്നെ ഒരു 50 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമും ഇതിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. 2 പാക്കറ്റായിട്ടാണ് വരുന്നത്. ഇനി നമുക്കൊരു ബൗളിൽ 2 മുട്ട എടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറാക്കി എടുക്കാം. പിന്നെ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു മിക്സിങ് പൗഡറില്ലേ, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയാവാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ആ ഒരു കളറില്ലേ, ആ കളറിൽ ആ മിക്സ് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കേക്കിൻ്റെ ബാറ്റർ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിൽ ഓയിലൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി ഇതൊരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ, ഒരു 170 ഡിഗ്രിയിൽ. അപ്പോൾ അത് ബേക്ക് ചെയ്ത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സൈഡിൽ നിന്ന് കേക്ക് ടിന്നിൻ്റെ സൈഡിൽ നിന്ന് അതൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കൊത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതായതുകൊണ്ട് നല്ല ക്ലീനായിട്ടാണ് കിട്ടിയത്. ഇനി ഇത് ഉള്ളും എങ്ങനെ ഉണ്ടാവും, സ്പോഞ്ച് ആയിട്ടുണ്ടാവും എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായിട്ട് കിട്ടി. ഞാനിത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ രക്ഷയില്ല, അടിപൊളിയായിട്ട് കിട്ടി. നല്ല അടിപൊളി സ്പഞ്ച് കിട്ടി കേട്ടോ. കരിയോ ഒന്നും ചെയ്തില്ല, കറക്റ്റ് അളവായിരുന്നു. ഇനി നമുക്കിത് ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ എന്താവും അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ടൂളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് പൗഡർ റെഡിയാക്കി എടുക്കണം. ആ 3 പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ. ഇനി വിപ്പിംഗ് ക്രീമിന് വേണ്ടിയിട്ട് ആ പൗഡർ ഫുൾ എടുത്തു. പിന്നെ ഒരു 1/2 കപ്പ് പാല് അതോടെ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് സെറ്റ് ചെയ്ത കേക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.